നമസ്കാരം. ഹോംലി ചാപ്റ്റേഴ്സിൻ്റെ പുതിയൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കരിമീൻ പൊള്ളിച്ചതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കൊരു മസാലക്കൂട്ടാണ് തയ്യാറാക്കേണ്ടത്. അതിനായി മിക്സിയുടെ ജാറിലേക്ക് 6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, അല്പം ഉപ്പ്, കുറച്ച് കാശ്മീരി മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. ഇതിൽ നിന്ന് അല്പം മസാല മാറ്റിവെക്കണം. അരച്ചെടുത്ത മസാല മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കുക. മീനിൻ്റെ 2 വശത്തും മസാല നന്നായി തന്നെ തേച്ച് പിടിപ്പിക്കണം. അല്പസമയത്തിന് ശേഷം മീനുകൾ ഫ്രൈ ചെയ്യാം. മീനുകൾ ഓവറായി ഫ്രൈ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മീൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കിയ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. സവാളയെല്ലാം നിറം മാറി വന്നതിന് ശേഷം ഇതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിളക്കാം. അല്പം കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അല്പസമയം നന്നായി വഴറ്റി കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചമണമൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കിയിരുന്ന അരപ്പിൽ നിന്ന് അല്പം മാറ്റിവെച്ചത് ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് അല്പം മാത്രം വെള്ളമൊഴിച്ച് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമെല്ലാം വറ്റി വന്നതിന് ശേഷം ചെറുതാക്കി എരിഞ്ഞ ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി നന്നായി വെന്ത് എണ്ണ തെളിഞ്ഞതിന് ശേഷം ഇതിലേക്ക് തേങ്ങയുടെ കട്ടിയുള്ള പാൽ, അതായത് 1/4 പാൽ ചേർത്ത് കൊടുക്കാം. അല്പസമയം ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ വെന്ത് മുകളിൽ എണ്ണ തെളിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഒരു വാഴയില വാട്ടി അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ മസാല വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായി മീൻ വെച്ച് അതിനുശേഷം മീനിന് മുകളിൽ കൂടി അല്പം മസാല വെച്ച് കൊടുക്കാം. വാഴയില നന്നായി പൊതിഞ്ഞതിന് ശേഷം വാഴനാര കൊണ്ട് കെട്ടിക്കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമ്മുടെ മീൻ വെച്ച് തിരിച്ചും മറിച്ചുമിട്ട് പൊള്ളിച്ചെടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്.